ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉണക്കച്ചെമ്മീൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളിയൊരു മസാലയാണ്. ഊണിൻ്റെ കൂടെ കഴിക്കാനാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം പണിയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഉണക്കച്ചെമ്മീൻ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കിവിടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഈ പ്രോൺസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 കപ്പ് അളവിൽ ഉണക്കച്ചെമ്മീൻ ഇട്ടുകൊടുക്കാം. ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തലയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് അതിൽ വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് റോസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇവിടുന്ന് എടുത്തു മാറ്റാം. ഇതേ പാനിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് മീഡിയം സൈസിലുള്ള 2 സബോള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ സബോളൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മുടെ സബോളൊക്കെ ആവശ്യത്തിന് വഴണ്ട് അതിൻ്റെ കളറൊക്കെ മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതേപോലെ സ്ലൈസായി നുറുക്കിയെടുത്ത 3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയും അതേപോലെ പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് പൊടികളൊക്കെ മിക്സ് ചെയ്യാം. അതിനായിട്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസ് ഒരു തക്കാളി തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ മസാലയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇതിൽ വെള്ളം ചേർക്കുന്ന സമയത്ത് അധികം വെള്ളം ചേർക്കരുത്. നമ്മൾ ഈ മസാല ഇട്ടൊന്ന് സെറ്റ് ആകുമ്പോൾ അതിന് അത്യാവശ്യം വെള്ളം ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മസാലയൊക്കെ ഒന്ന് സെറ്റായി കിട്ടാനായിട്ട് ഒരു 30 സെക്കൻഡ് അടച്ചു വേവിക്കാം. 30 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീനും മസാലയായിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെമ്മീനൊന്ന് അത്യാവശ്യം ഒന്ന് കുക്കായി കിട്ടാനായിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ഉണക്ക ചെമ്മീൻ മസാല ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് ഡിഷിലോട്ട് പകർത്താം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഉണക്ക ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ന്യൂ കമേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പി തന്നെയാണിത്. ഊണിനോട് കഴിക്കാനായിട്ട് അടിപൊളി ഒരു കോംബോ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജിയ റെസിപ്പിയുടെ മറ്റൊരു പുതുമയാർന്ന വീഡിയോയുമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.